ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. അതിനായിട്ടൊരു പാൻ ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില, 7 അല്ലി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് വറ്റൽമുളക്, പിന്നെ ഒരു മീഡിയം സൈസിലെ സവാള, ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പം അതിലേക്ക് 2-3 തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഇതൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വെന്ത് കിട്ടട്ടെ. വെന്ത് കഴിയുമ്പം ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഇനി തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കടുകും ഒരിച്ചിരി ജീരകവും ഉഴുന്നുപരിപ്പും കരിവേപ്പിലയും ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ദോശയുടെയോ ഇഡ്ഡലിയുടെയോ അത് ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അടിപൊളി ചമ്മന്തി